ഈ മഴക്കാലത്താകുമ്പോഴത്തേനും പിന്നെ പിള്ളേരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മന്ത്രി ഇപ്പോൾ പറയുന്നതും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. മഴയ്ക്കപ്പുറം മഴക്കെടുതികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആലോചന പോലും വരുന്നതും. പക്ഷേ ചൂട് ഒരു വലിയ വില്ലനുമാണ്. സഹിന ആന്റണിക്കൊപ്പം കുറച്ച് കുട്ടികൾ കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സഹിനെ, എന്താണ് അവിടുത്തെ അവസ്ഥ, കൊച്ചിയിലെ അവസ്ഥ? അതെ അതെ സേതു, നമ്മളല്ലത് എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇവിടുത്തെ കുറേ മിടുക്കികളും ഒപ്പം തന്നെ അധ്യാപകരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവരോടൊക്കെ ചോദിച്ചു, സേതു ശരിക്കും നമ്മൾക്കൊക്കെ അവധി കിട്ടിയിരുന്നത് ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു. ആ 2 മാസം എന്ന് പറഞ്ഞാൽ കളിച്ച് തകർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് ജൂണും ജൂലൈയൊക്കെ വരാൻ നേരത്തെ മഴയൊക്കെ കൊണ്ട് സ്കൂളിലൊക്കെ പോയി. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കാം. എന്തായാലും എൻ്റെ കൂട്ടുകാരൻ്റെ മകള് ഇവിടെ ഉണ്ട്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. റിമോജ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ മോള് തന്നെയാണ്. ആ കുട്ടിയോട് തന്നെ ആദ്യം ചോദിക്കാം, മോളെ എങ്ങനെയാണ് നമുക്ക് ജൂണിലോ ജൂലൈയിലോ ഒക്കെ അവധി വന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഇത്രയും നാൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്കും ആ ഒരു ടൈമിലുള്ളത് തന്നെയാണ് നല്ല ഓപ്ഷൻ എന്ന് തോന്നുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം. ഇഷ്ടമാണോ ഈ ഏപ്രിൽ മെയ് ആണോ അല്ലെങ്കിൽ ഇഷ്ടം ജൂൺ ജൂലൈ ആണോ? ഏപ്രിൽ മെയ് ആണ് നല്ലത്. എല്ലായിടത്തും പോവാനും ഹോളിഡേയ്സ് ആഘോഷിക്കാനൊക്കെ ബെറ്റർ ആയിട്ടുള്ള മാസങ്ങളാണ് അതൊക്കെ. പിന്നെ എന്താ വെച്ചാൽ മഴക്കാലത്ത് ഈ വെക്കേഷൻ തന്നതിനോട് വലിയതില്ല. മോൾക്ക് എങ്ങനെ ഇഷ്ടം? ഏത് മാസമായിരിക്കും കൂടുതൽ എൻജോയ് ചെയ്യാൻ? ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ വേണം എന്നാണ്. അതെ. എന്താണ് ഏപ്രിൽ മെയ് ആഗ്രഹിക്കുന്നത്? ജൂൺ ജൂലൈ ആകുമ്പോൾ മഴയൊക്കെ കാരണം മിക്ക ദിവസങ്ങളിലും കളിക്കാനൊന്നും ഇറങ്ങാൻ അധികം പറ്റാറില്ല. ഏപ്രിൽ മെയ് ആകുമ്പോൾ ആ ഒരു ഇതുണ്ടാവും, നമ്മൾ സാധാരണ ശീലിച്ചിട്ടുള്ള ഒരു ഇതുപോലെ കളിക്കാനൊക്കെ ആയിട്ട്. മക്കൾക്ക് ഏതാ? ഏപ്രിൽ മെയ് എന്താ കാര്യം എന്താ? അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്താകുമ്പോൾ കൂടുതൽ അസുഖങ്ങളൊക്കെ പടരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിലൊക്കെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് വരാനൊക്കെ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ അതിലും ഭേദം ഏപ്രിൽ മെയ് ആകുമ്പം പഴയതുപോലെ തന്നെ ചെയ്യുന്നതാകും കുറച്ചുകൂടി നല്ലത്. ഏപ്രിൽ മെയ് തന്നെ. ഏതാണ്? ആരെങ്കിലും ജൂൺ ജൂലൈ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ വെക്കേഷൻ? ഇല്ല, കാരണം മഴക്കാലമൊക്കെ വരുമല്ലേ, അതുകൊണ്ട് കളിക്കാനൊന്നും പുറത്തോട്ട് ഇറങ്ങാനൊന്നും അധികം പറ്റാറൊന്നുമില്ല. അപ്പൊ അതിനെക്കാളും നല്ലത് ഏപ്രിൽ മെയ് തന്നെയാണ്. കഷ്ടപ്പെട്ടാണെങ്കിലും സ്കൂളിൽ വരും, പക്ഷെ കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നില്ല. ഇല്ല, അങ്ങനെയാണ്. അതാണ് ഇഷ്ടം. എങ്ങനെയാ മക്കളെ? ഏപ്രിൽ മെയ് തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം എന്ന് പറയുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കൂളിൽ ആകെ 2 മാസത്തോടെ ലീവ് കിട്ടണം. അപ്പം നമുക്ക് എൻജോയ് ചെയ്യണ്ടേ മാക്സിമം. അങ്ങനെയാണോ? ഏപ്രിൽ മെയ് തന്നെയാണ്. എല്ലാ സ്ഥലത്തും പോകണം. ഏപ്രിൽ മെയ് തന്നെ. ഏപ്രിൽ മെയ് ആണ് ഇഷ്ടം. മഴക്കാലം ഇതാർകൊണ്ടാണ് കുറച്ച് ഇത്. വീട്ടിൽ നിന്നൊന്നും പുറത്തോട്ട് ഇറക്കമൊന്നുമില്ലല്ലോ, മഴയല്ലേ, അപ്പൊ പനിയൊക്കെ പിടിക്കൂലേ. അപ്പൊ ഏപ്രിൽ മെയ് തന്നെയാണ്. സേതു, എന്തായാലും നമ്മൾ ഈ കുഞ്ഞുമക്കളുടെയൊക്കെ ഇഷ്ടങ്ങൾ കേട്ടു. ഇനി കുറച്ച് 2-3 ടീച്ചർമാർ കൂടെ ഉണ്ട്. ടീച്ചറെ, ഏപ്രിൽ മെയ് മതിയെന്ന് കുട്ടികൾ പറയുന്നത്, ടീച്ചർമാർക്കൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് തന്നെ സർക്കാർ ഇപ്പം അതൊരു പൊതു ചർച്ചയ്ക്കല്ലേ അഭിപ്രായം ചോദിച്ചിരിക്കുന്നു. സർക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. ഞങ്ങൾ സർക്കാർ അധ്യാപകരാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനങ്ങൾ നമ്മൾക്കത് അനുസരിക്കാം. നമ്മളുടേതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടേതായ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിള്ളേരെ സന്തോഷമാണ് നമ്മുടെ ഇഷ്ടം. പക്ഷേ സർക്കാർ എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ കൂടെ നമുക്ക് നിന്നേ പറ്റും, നമ്മൾ നിൽക്കും. പക്ഷേ ഇവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അതെ, കുട്ടികളുടെ സന്തോഷം. അപ്പോൾ കുട്ടികളെ ഏപ്രിൽ മെയ് മതി എന്ന് പറയുന്നത് നമ്മളും അത് തന്നെ. നമുക്ക് മക്കളില്ലേ, അവരുടെയും ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്കും അവരെയും കൊണ്ടൊക്കെ യാത്ര പോകാനൊക്കെ എല്ലാവർക്കും ഏപ്രിൽ മെയ് ഒക്കെ തന്നെയാണ് സൗകര്യം എന്ന് പറയുന്നത്. ഭൂരിഭാഗം ആളുകൾ ഈ ഏപ്രിൽ മെയ് മതി എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഏപ്രിൽ മെയ് മാസം ആകാൻ നേരത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും യാത്ര. ടീച്ചർമാർ അവര് അടിപൊളിയാണ്. കാരണം പിള്ളേരുടെ ഇഷ്ടമാണ്, അവരുടെ ആഗ്രഹമാണ്. നമ്മുടെ ഇഷ്ടമെന്ന് കട്ടക്ക് പറയുന്ന ടീച്ചർമാരെ നമ്മൾ കണ്ടു കൊച്ചിയിൽ നിന്ന്.